ഹലോ ഗീസ്, ഇന്നാട്ടോ മാമൻ്റെ മോൻ്റെ കല്യാണം. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി റെഡി ആയപ്പോൾ ഞങ്ങൾക്ക് പോവില്ല. പൂവ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങാടിപ്പുറം അമ്പലത്തിൻ്റെ അടുത്ത് പോയി. എല്ലാവരും ബസ് കയറി സെറ്റ് ആയിട്ടിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അവർ. തൃശ്ശൂരാണ് കേട്ടോ ബ്രൈഡിൻ്റെ വീട് വരുന്നത്. പോകുമ്പോൾ നല്ല മെലഡി സോങ്സ് വെച്ചിട്ടാട്ടോ പോയത്. വരുമ്പോൾ ചാടി കളിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ വരുമ്പോഴാണ് ട്വിസ്റ്റ് ഉണ്ടായത്. തൃശ്ശൂർ കൊടകര ആട്ടോ സ്പോട്ട് വരുന്നത്. 2.5-3 മണിക്കൂറോളം എടുത്തു അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാട്ടോ പരിപാടി നടക്കുന്നത്. നമ്മളവിടെ എത്തിയപ്പോൾ അവിടെ അമ്മമാരൊക്കെ താലം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അളിയൻ തന്നെ ചേട്ടനെ കാലൊക്കെ കഴുകി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മളവിടുത്തെ ചടങ്ങാട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ചടങ്ങുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ കുറച്ച് നേരം താലിയൊക്കെ പൂജിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതേ നമ്മുടെ ബ്രൈഡ് വരുന്നു. ആള് നല്ല സുന്ദരിയായിട്ടോ വരുന്നത്. ഞാൻ അവരെ കൂടെ സ്റ്റേജിൽ കയറി, പക്ഷെ കയറിയപ്പോൾ നല്ല തിരക്ക്. പിന്നെ ഞാൻ അവിടെ സ്ഥലമില്ല വിചാരിച്ചിട്ട് താഴ്ത്തിക്ക് ഇറങ്ങിപ്പോകും. ബ്രൈഡും ഗ്രൂമും നല്ല മാച്ച് ആട്ടോ. അവരെ കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. പിന്നെ എന്താ അവിടുത്തെ ചടങ്ങാ തോന്നുന്നു. മൈക്കിൽ എന്തൊക്കെ സ്ലോവും കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഈ ചടങ്ങ് നമ്മുടെ ഈ ഭാഗത്തേക്ക് ഇല്ല കേട്ടോ. ഫൈനലി താലിക്കെട്ടിന്റെ സമയമായിട്ടോ. അങ്ങനെ താലിക്കെട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയി. അപ്പം നമ്മൾ സ്റ്റേജിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാട്ടോ നമ്മുടെ ഫാമിലി വരുന്നത്. സ്റ്റേജിലെ ഫോട്ടോസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് ഇങ്ങടാ ഫുഡ് കഴിക്കാം. നല്ല വിശപ്പായിരുന്നു ഗ്യാസ്. രാവിലെ പോകുന്നതല്ലേ, എന്താണെന്നറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ലോണം കഴിച്ചു. ഈ കാണുന്നത് എൻ്റെ അമ്മേൻ്റെ അമ്മ കേട്ടോ ഗ്യാസ്. പിന്നെ അവസാനം വെച്ചിട്ട് അവിടെ ചേട്ടന്മാരുടെ കുറച്ച് ഡാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവർ അപ്പോൾ ഓൺ ദ സ്പോട്ട് പഠിച്ച ഡാൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ നമ്മൾ നൈസായിട്ട് ഇറങ്ങി. ഒരു ഡാൻസും ഇല്ല, ഒരു പാട്ടും ഇല്ല, എല്ലാവരും നല്ല ഉറക്കത്തിൽ. അങ്ങനെ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. കാവ്യയ്ക്ക് വിളക്കൊക്കെ കൊടുത്ത് വലത് കാലി വെച്ച് കയറുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.